ഇപ്പൊ കുറച്ചു മുന്നേ ബിഗ് ബോസ് അനീഷിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. എല്ലാരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അനീഷിനെയും വിളിക്കുകയായിരുന്നു. അപ്പോ ബാക്കിയുള്ളവരെ വിളിച്ചു. ഇപ്പോ ലാസ്റ്റ് അനീഷിനെയാണ് വിളിച്ചത്. അനീഷ് അകത്ത് ചെന്നു, അവിടെ ഇരുന്നു. ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അനീഷിന് ഈ വീട് വിട്ടു പോകാൻ താല്പര്യമില്ല. അത് മുന്നേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോ അനീഷ് ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഈ ഷോ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ ഒന്ന് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വഴിയുണ്ടോ എന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ചോദിക്കുന്നത്. അപ്പൊ ബിഗ് ബോസ് തന്നെ തിരിച്ചു ചോദിക്കുന്നു, അത്രയ്ക്ക് ഇഷ്ടമായോ എന്നുള്ള തരത്തിൽ. അപ്പൊ പറഞ്ഞ അത്രയ്ക്ക് ഇഷ്ടമായി ബിഗ് ബോസ് എന്നുള്ള തരത്തിൽ. അപ്പൊ ബിഗ് ബോസ് തന്നെ തിരിച്ചു പറയുന്നു, അമിതമായ അമൃതും വിഷമാണ് എന്നുള്ള തരത്തിൽ പറയുന്നു. അപ്പൊ അനീഷ് തന്നെ പറയുന്നു, അത്രത്തോളം അങ്ങ് ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെ പറഞ്ഞത് എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, പ്രേക്ഷകരോട് എന്താണ് അനീഷിന് പറയാനുള്ളത് എന്നുള്ള തരത്തിൽ. അപ്പോ അനീഷ് മനസ്സ് തുറന്നങ്ങ് സംസാരിക്കുകയാണ് പ്രേക്ഷകർക്ക്. കാരണം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അനീഷ് ഒരു ജെന്യുവിൻ പേഴ്സൺ ആണ്. കാരണം അനീഷിന്റെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് വല്ലാതെ അങ്ങ് ഡീപ്പ് ഫീൽ ആയിട്ട് അങ്ങ് പറയുവാണ് അനീഷ്. കാരണം പ്രേക്ഷകരുടെ അടുത്ത് അനീഷ് കൈകൂപ്പി ആ ഒരു തരത്തിൽ എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ആ ഒരു സംസാരം. കാരണം പ്രേക്ഷകരാണ് എന്നെ ഇവിടെ നിർത്തിയത്. ഞാൻ കുറച്ച് തവണയെ നോമിനേഷനിൽ വന്നിട്ടുള്ളൂ എങ്കിൽ പ്രേക്ഷകരാണ് എന്നെ ഇവിടെ നിർത്തിയത്, പ്രേക്ഷകരാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷിൻ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. കുറച്ച് സമയം എടുത്തിരുന്നു അനീഷ് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാനായിട്ട്. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം എനിക്ക് അത്രത്തോളം ഒരു ഇതാണ് തന്നിരിക്കുന്നത്. കാരണം അനീഷ് ഇതിനു മുന്നേ അനുമോടടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു വീട്ടിൽ ആ മുറിക്കുള്ളിൽ 2 കൊല്ലത്തോളം ഭൂരിഭാഗം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരു ചേഞ്ച് ഉണ്ടായത്. കാരണം എന്നെ ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു കൂട്ടുകൂടാനായിട്ട് ഒരുപാട് പേരുണ്ട് എന്നുള്ള തരത്തിൽ ഒരു തോന്നലുണ്ടായത് ഇതിൽ വന്നതിന് ശേഷമാണ് എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ അനീഷ് ശരിക്കും പറഞ്ഞ ഒരു ശുദ്ധ മനസ്സുള്ള ഒരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നത്. കാരണം പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോഴേ അറിയാം. ബിഗ് ബോസിന്റെ അടുത്തായാലും പുള്ളി കൺഫെഷൻ റൂമിൽ ചെന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്ന ഓരോ കാര്യം ഇതുവരെ ആരും അങ്ങോട്ട് സംസാരിക്കാത്തതോ അല്ലെങ്കിൽ പറയാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയ്ക്കും ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ബിഗ് ബോസിനോടും ആ ഒരു തരത്തിൽ അനീഷ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഇത് അനീഷിന് അത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ള തരത്തിൽ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുന്നു. അതിനെല്ലാം ശേഷം അനീഷ് പുറത്തിറങ്ങാൻ നേരത്ത് അനീഷ് വീണ്ടും ചെന്ന് അവിടെ ഇരുന്നുകൊണ്ട് അനീഷ് പറയുന്നു, ബിഗ് ബോസിന് സുഖമല്ലേ, ബിഗ് ബോസ് അവിടെ ഉള്ളവർക്കും, അതായത് അവിടെ ഉള്ള ക്രൂ മെമ്പേഴ്സിന് എല്ലാവർക്കും സുഖമല്ലേ എന്നുള്ള തരത്തിൽ അനീഷ് ചോദിക്കുന്നു. അപ്പൊ ബിഗ് ബോസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള തരത്തിൽ ബിഗ് ബോസ് തിരിച്ച് പറയുന്നുണ്ട്. ഓക്കെ ബിഗ് ബോസ് എന്നാൽ പിന്നെ കാണാം എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു. അപ്പൊ ബിഗ് ബോസ് പറയുന്നു അങ്ങനെ ആവട്ടെ എന്നുള്ള തരത്തിൽ. എന്നിട്ട് തിരിച്ചിറങ്ങുന്നു. ശരിക്കും പറഞ്ഞ അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലായിരിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു പ്രത്യേക ക്യാരക്ടർ, അതും നല്ല പോസിറ്റീവ് വൈബായിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് തീർച്ചയായിട്ടും അനീഷിനെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ എന്ന് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം ആ ഒരു തരത്തിലുള്ള ഒരു മൈൻഡ്, സംസാര രീതി, ആരോടും തന്നെ ഒരു തരത്തിലുമുള്ള വിദ്വേഷമോ പിണക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള കുത്തിത്തിരിപ്പോ പരദൂഷണമോ ഒന്നുമില്ലാത്ത ഒരു വ്യക്തി. അത് തന്നെയാണ് ഈ ബിഗ് ബോസ് സീസൺ 7 അനീഷ് എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും